ഈ നമ്മളൊരു യാഥാർത്ഥ്യബോധത്തോടുകൂടി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ NDAക്ക് ജയിക്കാൻ കഴിയുന്ന അസംബ്ലി സീറ്റുകൾ കേരളത്തിലുണ്ട്. അതേപോലെ തന്നെ ആര് ജയിക്കണം എന്ന NDAക്ക് തീരുമാനിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളും ഉണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് മുന്നണികൾ UDFും LDFും ഉണ്ട്. ഈ UDFിനോടും LDFിനോടും ഉള്ള സമീപനം ആരാണ് മുഖ്യ ശത്രു NDAയെ സംബന്ധിച്ചിടത്തോളം? NDAയെ സംബന്ധിച്ച് മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയാണ്. അല്ലാതെ LDFോ UDFോ CPMോ ഇവരൊന്നിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവാണെങ്കിലും ശരി, മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് വെളിയിൽ വന്നുകൊണ്ടിരിക്കുക. BJP ഒന്നിച്ചാണ് ഇവർ എതിർക്കുന്നത്. അപ്പോൾ അതിൽ മണമെടുത്തിട്ടാണ് ആളുകൾ നമ്മളോട് നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ വിശ്വാസത്തിലെടുക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് മുന്നണി എന്നുള്ളതൊന്നും ഇല്ല കേരളത്തിൽ. അത് തീർന്നു, അതിൻ്റെ കാലം കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇന്ത്യ മുന്നണിയാണ്. ആ ഇന്ത്യ മുന്നണിയാണ് NDA എതിർക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ വോട്ട് NDAക്ക് തന്നെയായിരിക്കും. ഒരു കാരണവശാലും ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി മറുഭാഗത്തിന് അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു നെറേറ്റീവ് കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കേൾക്കാനില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വോട്ടിംഗ് ഷെയർ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ അതുകൊണ്ടാണ് ചെറിയൊരു ഉദാഹരണം ത്രിതല പഞ്ചായത്തിലെ പറഞ്ഞത്. ഓരോ നിയമസഭയും എടുത്ത് പരിശോധിച്ചാൽ ഓരോ കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു എന്നുള്ളതും ഇപ്പോൾ എന്താണെന്നുള്ളതും നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അവരെ ആരെയും സഹായിക്കുക എന്നുള്ളതല്ല, NDAക്ക് ജയിക്കുക എന്നുള്ളതാണ്. അതിന് എന്ത് മാർഗമാണേലും ഏത് തരത്തിലാണേലും NDAയുടെ അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA ഇവിടെ ജയിക്കും. അല്ലെങ്കിൽ അതിന് ജനങ്ങൾ ഞങ്ങൾക്ക് അതിനുള്ള ഒരു മാൻഡേറ്റ് തരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.